പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വചനം തിരുവചന ശുശ്രൂഷയിലേക്ക് വലിയ സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് ഇന്നേ ദിവസം നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതങ്ങളെ മാറ്റിമറിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ചാണ്. അപ്പോസ്തല പ്രവർത്തനം 17-ാം അധ്യായം. അവിടെ കർത്താവിന് പ്രിയപ്പെട്ട ശിഷ്യന്മാർ തെസ്സലോനിക്കയിലെത്തി യേശുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുകയാണ്. അനേക വ്യക്തികൾ അവിടെ മാനസാന്തരപ്പെടുന്നു. എന്നാൽ അനേകം വ്യക്തികൾ സുവിശേഷത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്നു. കഠിനഹൃദയരായി അവർ അപ്പോഴും ജീവിക്കുകയാണ്. അവർ സുവിശേഷം പ്രഘോഷിച്ച അപ്പോസ്തലന്മാരെ നോക്കി പറയുകയാണ്, ലോകത്തെ തലകീഴായി മറിച്ച വ്യക്തികൾ ഇതാ ഇവിടെയും വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവർ ഉപയോഗിച്ച് വാക്കുകൾ ശ്രദ്ധിക്കുക. ലോകത്തെ തലകീഴായി മറിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ വിളിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ അരൂപിയിൽ നിന്ന് ദൈവാരൂപിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കുന്ന ദൈവശക്തിയാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. അപ്പോസ്തലന്മാർ അവരെ തലകീഴായി മറിച്ചത് അവരുടെ ശക്തി കൊണ്ടല്ല, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക ശക്തിയാലാണ്. പ്രിയപ്പെട്ടവരെ, ഈ അഭിഷേക ശക്തി ആരിൽ വന്ന് നിറയണോ അവരിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രകാശം ഉദിക്കും. മത്തായി 4:16 വചനം പറയുന്നു, അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നീളിലും ജീവിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. പ്രിയപ്പെട്ടവർ, അന്ധകാരമായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടെ സുവിശേഷത്തിൻ്റെ ശക്തി അവരിൽ വെളിപ്പെട്ടപ്പോൾ അത് പ്രകാശമായി മാറി. അന്ധകാരം വഴിമാറി പ്രകാശം കടന്നു വരികയാണ്. ഇത് കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഒരു പ്രവൃത്തിയാണ്. 126 സങ്കീർത്തനം 5-ാം വാക്യം പറയാണ്. എന്താണ് വചനം പറയുന്നത്? അവർ കണ്ണുനീരോടെ വിതച്ചു, എന്ന സന്തോഷഘോഷത്തോടെ അവർ കൊയ്തെടുത്തു. കണ്ണുനീരിൻ്റെയും സന്തോഷത്തിൻ്റെയും, ആനന്ദം എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ആനന്ദത്തിൻ്റെയും മധ്യേ എന്താണ് പ്രവർത്തിച്ചത്? കണ്ണുനീർ, ആനന്ദവും അതിൻ്റെ മധ്യേ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക സാന്നിധ്യമാണ് അവരുടെ ജീവിതങ്ങളെ മാറ്റിമറിച്ചത്. തലകീഴായി മറിച്ചു. ദുഃഖമാനന്ദമായി മാറി, പരാജയം വിജയമായി മാറി, രോഗം സൗഖ്യമായി മാറി, കടബാധ്യത സമ്പത്തായി മാറി. പ്രിയപ്പെട്ടവരെ, എല്ലാവിധത്തിലും അവർ ജീവിതങ്ങൾ തലകീഴായി മറിഞ്ഞു. ഇപ്രകാരം കർത്താവ് നമ്മയും വിളിക്കുകയാണ്. നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ കർത്താവ് തൻ്റെ ആത്മാവിനെ വർഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം, അവിടെ 25 മുതൽ 34 വരെ വാക്യങ്ങൾ. അവിടെ എന്താണ് സംഭവിക്കുന്നത്? പൗലോസും സീലാസും ഫിലിപ്പി കാരാഗൃഹത്തിൽ കിടക്കുകയാണ്. അവർ ഇതാ വചനം പ്രഘോഷിച്ചപ്പോൾ അധികാരികൾ അവരെ കാരാഗൃഹത്തിൽ അടയ്ക്കുന്നു. കാലുകൾ കാമം വെച്ച് ശരീരം മുഴുവൻ പീഡിപ്പിച്ച് അവരെ കാരാഗൃഹത്തിൻ്റെ അടിത്തറയിൽ കിടക്കുമ്പോൾ അവർ വചനം പറയുന്നു. അർദ്ധരാത്രിയുടെ അടുത്ത് പൗലോസും സീലാസും കീർത്തനമായി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. അവർ കണ്ണുനീരോടെയാണ് വിതച്ചത്. എന്നാൽ എന്താണ് സംഭവിച്ചത്? ഇതാ വലിയ ശക്തി അവിടേക്ക് ഇറങ്ങി വന്നു. കാരാഗൃഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി, എല്ലാ ചങ്ങലകളും അഴിഞ്ഞു വീണു, എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രതിസന്ധികൾക്ക് മാറ്റം വരും. ചങ്ങലകൾ പൊട്ടും, വാതിലുകൾ തുറക്കാൻ തുടങ്ങും. കാരാഗൃഹ പ്രമാണി എല്ലാ തടവുകാരും രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് ആത്മഹത്യയ്ക്ക് വേണ്ടി ശ്രമിക്കുകയാണ്. ദുഃഖത്തിൻ്റെ മാക്സിമത്തിലാണ് ആ വ്യക്തി നിൽക്കുന്നത്. പൗലോസ് പറഞ്ഞു, സാഹസം കാണിക്കരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. ആ വ്യക്തി കാൽക്കൽ വീണ് പൗലോസിനോട് ചോദിച്ചു, രക്ഷ പ്രാപിക്കുവാൻ യജമാനൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ബൈബിളിലെ ഗോൾഡൻ വചനം അപ്പോസ്തല പ്രവർത്തനം 16:31, കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. അവർ അന്ന് തന്നെ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. വചനം പറയുന്നു, ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും അവൻ്റെ കുടുംബവും അത്യധികം ആനന്ദിച്ചു. അപ്പോസ്തല പ്രവർത്തനം 16:34. പ്രിയപ്പെട്ടവരെ, വിതച്ചത് കണ്ണുനീരിലാണ്, കൊയ്തെടുത്തതോ ആനന്ദം. എന്താണ് മധ്യ പ്രവർത്തിച്ചത്? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവിടേക്ക് ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഒരു വ്യക്തിയുടെ മേൽ, ഒരു യുവാവിൻ്റെ മേൽ, യുവതിയുടെ മേൽ, ഒരു അധികാരിയുടെ മേൽ ഇറങ്ങി വരുമ്പോൾ ആ വ്യക്തി എന്താണ് സംഭവിക്കുന്നത്? ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ തക്കവിധം ആ വ്യക്തിയുടെ ജീവിതം ക്രമപ്പെടുകയാണ്, മാറി മറുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് ഇന്നേ ദിവസം ലോകത്തെ തലകീഴായി മറിച്ച പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ നമുക്കും സ്വീകരിക്കാം. നമ്മുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സാധ്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക. ഞാൻ നിങ്ങളൊരു വചനഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 11-ാം അധ്യായം, അവിടെ 15, 16, 17 വാക്യങ്ങൾ. അവിടെ അപ്പോസ്തലനായ പത്രോസ് എന്താണ് ചെയ്യുന്നത്? പത്രോസ് കൊർന്നലിയൂസിൻ്റെ ഭവനത്തിൽ ചെന്നു.
വിജാതീയ ദേശമാണ്, വിജാതീയ ഭവനമാണ്. കൊർന്നേലിയൂസിൻ്റെ ഭവനത്തിൽ ധാരാളം മക്കൾ കടന്നു വന്നിട്ടുണ്ട് സുവിശേഷം കേൾക്കുവാൻ. വചനം പറയുന്നു, അപ്പോസ്തല പ്രവർത്തനം 10:44, പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സകല മക്കളുടെ മേലും പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. എന്താണ് സംഭവിച്ചത്? അവർ ഭാഷാവരത്തിൽ സ്തുതിക്കാൻ തുടങ്ങി, ദൈവത്തെ ആരാധിച്ചു, സ്തുതിച്ചു. പരിച്ഛേദിതരായ വിശ്വാസികൾക്ക് ഇത് കണ്ട് അത്ഭുതപ്പെട്ടു പോയി. അവർ പറഞ്ഞു, ഇതെന്താണ് സംഭവിക്കുന്നത്? വിജാതീയരായിരുന്നവർ എന്നാൽ പരിശുദ്ധാത്മന് ശക്തിയാൽ പത്രോസ് വചനം ഘോഷിക്കുന്നവർ കേട്ടുകഴിഞ്ഞപ്പോൾ, അവർ ആഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മ ശക്തി അവരുടെ മേലിറങ്ങി വന്നു. അവരുടെ ജീവിതം അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് മാറി മറിയുകയാണ്. അവർ ഭാഷാവരത്തിൽ, സ്വർഗത്തിൻ്റെ ഭാഷയിൽ കർത്താവിനെ സ്തുതിക്കുകയാണ്, ആരാധിക്കുകയാണ്, ദൈവത്തെ ആരാധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ യഹൂദ ക്രിസ്ത്യാനികൾക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവർ ചോദിക്കുകയാണ്, പത്രോസെ എന്തുകൊണ്ടാണ് നീ അവരുടെ അടുത്തേക്ക് പോയത്? പത്രോസ് വളരെ ക്രമമായി അവരോട് പറയുകയാണ്. എന്താണ് പത്രോസ് പറഞ്ഞത്? അപ്പോസ്തല പ്രവർത്തനം 11:15 ഞാൻ അവരോട് കർത്താവിൻ്റെ വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുൻപ് നമ്മുടെ മേൽ എന്നതുപോലെ തന്നെ അവരുടെ മേലും ആത്മാവ് ഇറങ്ങി വന്നു. പത്രോസ് പറഞ്ഞ് ശ്രദ്ധിക്കുക, മുൻപ് നമ്മുടെ മേൽ ഇറങ്ങി വന്നതുപോലെ. എപ്രകാരമാണ് പത്രോസിന് മേൽ പരിശുദ്ധാത്മ ഇറങ്ങി വന്നത്? അപ്പോസ്തല പ്രവർത്തനം 2:1-4 വരെയുള്ള വാക്യങ്ങൾ. പെന്തക്കോസ്ത് ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്ന പോലെ ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന ഭവനം മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ച് ശിശിഗണത്തിന് മേൽ കൊടുങ്കാറ്റിൻ്റെ ശബ്ദത്തോടെ അഗ്നിജ്വാലകളായി, അഗ്നിനാവുകളായി ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവൻ അതേ ശക്തി കൊർന്നേലിയൂസിൻ്റെ വീട്ടിലേക്ക് ഇതാ കർത്താവ് അയക്കുകയാണ്. പരിശുദ്ധാത്മ സാന്നിധ്യം അവരുടെ ജീവിതങ്ങളെ മാറ്റിമറിച്ചു. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഇതാ പത്രോസ് പറയാണ്, അപ്പോൾ ഞാൻ കർത്താവിൻ്റെ വാക്കുകൾ കേട്ടു. എന്താണ്? അപ്പോസ്തല പ്രവർത്തനം 11:16 കർത്താവ് എന്താണ് പറഞ്ഞത്? യോഹന്നാൻ ജലം കൊണ്ട് സ്നാനം നൽകും, എന്നാൽ നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നൽകുമെന്നല്ല യേശു പറഞ്ഞിട്ടുള്ളത്. യേശു എന്താണ് പറഞ്ഞത്? നിങ്ങൾ പരിശുദ്ധാത്മാവിന് സ്നാനമേൽക്കും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, പ്രിയപ്പെട്ടവരെ, അത് സ്വർഗത്തിന് സമ്മാനമാണ്. പൊട്ടി തകർന്നു പോയ ജീവിതങ്ങൾക്ക് ദൈവത്തിൻ്റെ കരുണയുടെ അടയാളമാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. ആരെല്ലാം ദാഹിക്കുന്നുണ്ടോ, ആഗ്രഹിക്കുന്നുണ്ടോ, ഹൃദയം നിറഞ്ഞ് നുറുങ്ങി കർത്താവ് യേശു നാം വിളിക്കുന്നുണ്ടോ, അവരുടെ മേൽ കർത്താവ് തൻ്റെ ആത്മാവിനെ വർഷിക്കും. അവരുടെ ജീവിതങ്ങളിൽ കർത്താവ് പുതിയ വഴികൾ തുറക്കുകയായി. ഞാൻ ചിന്തിക്കുകയാണ്, കൊർന്നേലിയൂസിൻ്റെ ഭവനത്തിൽ, അതൊരു വിജാതീയ ഭവനത്തിൽ എന്തുകൊണ്ട് ഇത്ര ശക്തിയോടെ കർത്താവിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നു? അതിനുള്ള രഹസ്യം എഴുതി വെച്ചിട്ടുള്ളത് എന്താണ്? അപ്പോസ്തല പ്രവർത്തനം 10:24-25 2 വാക്കുകൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നു. അവർ പ്രതീക്ഷയോടെ പത്രോസിനെ കാത്തിരിക്കുകയാണ്. പത്രോസ് വന്ന് എന്ത് ചെയ്തു? അവർ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുകയാണ്. എന്താണ് 2 വാക്കുകൾ? 1 പ്രത്യാശ, 2 സ്വീകരണം. ഇന്ന് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ പരിശുദ്ധാത്മാവ് നൽകുന്ന അനുഗ്രഹങ്ങളാണോ ആഗ്രഹിക്കുന്നത്, അതോ പരിശുദ്ധാത്മാവ് തന്നെയാണോ? ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അതോ ദൈവത്തെ തന്നെയാണോ? പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ആഗ്രഹിക്കുവാൻ, നിങ്ങൾ ദാഹിക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, യോഹന്നാൻ 7:37, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആഗ്രഹവും ദാഹമുള്ള വ്യക്തികളിലേക്കാണ് ഇതാ പരിശുദ്ധാത്മ വർഷിക്കുവാൻ കർത്താവ് യേശു ക്രിസ്തു കാത്തിരിക്കുന്നത്. കൊർന്നേലിയൂസിൻ്റെ ഭവനത്തിലുള്ള വ്യക്തികളിൽ ആ ദാഹവും ആഗ്രഹവും പ്രത്യാശയും യേശു കാണുകയാണ്. വീണ്ടും അതിന് പ്രധാനപ്പെട്ട ഒരു വാക്യം അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഇപ്രകാരമാണ്. അപ്പോസ്തല പ്രവർത്തനം 10:33 കൊർന്നേലിയൂസ് ഇപ്രകാരം പറയുകയാണ്, കർത്താവ് നിന്നോട് ആജ്ഞാപിച്ചതെല്ലാം കേൾക്കുവാൻ ഞങ്ങൾ ഇതാ ദൈവസന്നിധിയിൽ തയ്യാറായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ഷാലോം ടെലിവിഷനിലൂടെ തിരുവചന ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഭവനത്തിലായിരിക്കും, ചിലപ്പോൾ ഹോസ്പിറ്റലിലായിരിക്കും, ചിലപ്പോൾ ഓഫീസിലായിരിക്കും, ചിലപ്പോൾ യൂട്യൂബിലൂടെ ആയിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ഞാൻ ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവസന്നിധിയിലാണ്. അവിടെ വചനം പറയുന്നു, കൊർന്നേലിയൂസ് പറയാണ്, ദൈവസന്നിധിയിൽ ഞങ്ങൾ അങ്ങയ്ക്ക് കർത്താവ് നൽകിയ ആജ്ഞകൾ സ്വീകരിക്കുവാൻ ഞങ്ങൾ ഇതാ കാത്തിരിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ഇരിക്കുന്നത് എൻ്റെ ഭവനത്തിലല്ല. കൊർന്നേലിയൂസ് പറയാണ്, ഞങ്ങൾ ദൈവസന്നിധിയിലാണ്, ഞങ്ങൾ കർത്താവിൻ്റെ നിയന്ത്രണത്തിലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ തീരുമാനിക്കുക, ഞാൻ ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവസന്നിധിയിലാണ്. ദൈവസാന്നിധ്യം എന്നെ പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ്.
പ്രിയപ്പെട്ടവരെ, പത്രോസ് എന്താണ് പറഞ്ഞത്? അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായം, അവിടെ പത്രോസ് ആദ്യം പറഞ്ഞ വാക്ക് 10:34, ദൈവസന്നിധിയിൽ മുഖം നോട്ടമില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിന് അഭിഷേകം നൽകുമ്പോൾ നമ്മെ നോക്കുന്നത് നമ്മുടെ ദേശം നോക്കിയിട്ടല്ല, അറിവ് നോക്കിയിട്ടല്ല, പാരമ്പര്യം നോക്കിയിട്ടല്ല, നമ്മുടെ മറ്റു ഒരു മാനുഷികമായ അംഗീകാരങ്ങളോ ക്വാളിഫിക്കേഷനോ നോക്കിയിട്ടല്ല കർത്താവിൻ്റെ ആത്മാവിന് നൽകുന്നത്. പത്രോസിലൂടെ കർത്താവ് പറയാണ്, ഞാൻ മുഖം നോട്ടമുള്ളവനല്ല. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ, ദാഹമുണ്ടോ, ഞാൻ പറയുന്നത് സ്വീകരിക്കുവാൻ ദാഹിക്കുന്നുണ്ടോ, ഞാൻ നിങ്ങളിലേക്ക് ആത്മാവിനെ വർഷിക്കുകയാണ്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവ് നിയോഗിച്ചൊരു വ്യക്തി, ആ വ്യക്തി പരിശുദ്ധാത്മ നിറവിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്നത് ദാഹത്തോടെ ഒരു വ്യക്തി സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ആ വ്യക്തിയുടെ മേൽ ആ സെയിം അനോയിന്റിങ് വെളിപ്പെടും. പരിശുദ്ധാത്മ ഉന്നത ശക്തി ദാഹത്തോടെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ മേൽ ഇറങ്ങി വരും. ഇവിടെ അതാണ് സംഭവിച്ചത്. പത്രോസ് പറഞ്ഞു, മുഖം നോട്ടമില്ലാത്ത കർത്താവ് നിങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായം 35-ാം വാക്യം പത്രോസ് പറയാണ്, കർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നത്? നീതി പ്രവർത്തിക്കുകയും കർത്താവിനെ ഭയപ്പെടുകയും ചെയ്യുന്ന ഏത് വർഗ്ഗക്കാരാകട്ടെ, ഏത് ഗോത്രക്കാരാകട്ടെ, ഏത് ദേശക്കാരാകട്ടെ, കർത്താവിന് സ്വീകാര്യനാണെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്നത്? കർത്താവിനെ ഭയപ്പെടുക എന്ന അർത്ഥം എന്താണ്? കർത്താവിൽ വിശ്വസിക്കുക, കർത്താവിനെ സ്നേഹിക്കുക, കർത്താവിനെ കർത്താവായി സ്വീകരിച്ച് ആരാധിക്കുക, നീതി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുക, വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുക. പിന്നീട് പത്രോസ് അവരോട് പറഞ്ഞു, അപ്പോസ്തല പ്രവർത്തനം 10:38, ദൈവപിതാവ് നസ്രായ യേശുക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും എപ്രകാരം അഭിഷേകം ചെയ്തുവെന്നും അവൻ എപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ടും പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സൗഖ്യപ്പെടുത്തിക്കൊണ്ടും ചുറ്റി സഞ്ചരിച്ചുവെന്ന് നിങ്ങൾക്കറിയാം. ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും നസ്രാന യേശുക്രിസ്തുവിനെ ദൈവപിതാവ് അഭിഷേകം ചെയ്തു. അതാണ് പ്രിയപ്പെട്ട പത്രോസിൻ്റെ സുവിശേഷ പ്രഘോഷത്തിൽ വളരെ പ്രധാനപ്പെട്ടത്. അതിനുശേഷം യേശുക്രിസ്തുവിൻ്റെ രക്ഷയെക്കുറിച്ച് പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അപ്പോസ്തല പ്രവർത്തനം 10:44, പരിശുദ്ധാത്മാവ് തീ പോലെ അവരെ മേൽ ഇറങ്ങി വന്നു. അവർ ഇതാ ആത്മാവിൽ നിറഞ്ഞു, ഭാഷ അവരെ സ്തുതിച്ചു, ദൈവത്തെ ആരാധിച്ചു. പ്രിയപ്പെട്ടവരെ, ജീവിതങ്ങൾ മാറി മറിഞ്ഞു. കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ വെളിപ്പെട്ട അഭിഷേകം നമ്മുടെ ഓരോരുത്തരും ഭവനങ്ങളിലും കൂട്ടായ്മയിലും സഭയിലെ സകല മക്കളും വെളിപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്? ദാഹിക്കുക, ആഗ്രഹിക്കുക. നമ്മുടെ ജീവിതങ്ങളെയും കർത്താവ് മാറ്റിമറിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ സംഭവം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്ന സ്ഥലത്ത് ഫാദർ എമിലിയൻ ടർഡിഫ് എന്ന വൈദികനെ കർത്താവ് ശക്തിയോട് അഭിഷേകം ചെയ്യുകയാണ്. ഈ വൈദികൻ ഒരു ക്ഷയരോഗിയായിരുന്നു. അങ്ങനെ കർത്താവിൻ്റെ കൃപയുമായി, അതായത് കൃപാവരങ്ങളുമായി ഒരു ബന്ധമൊന്നുമില്ല. ഈ സമയത്താണ് ക്ഷയരോഗം വരുന്നത്. മരണത്തെ മുന്നിൽ കണ്ടു. ഈ സമയം ഹോസ്പിറ്റലിൽ കഴിയുമ്പോൾ 5 ആത്മായർ കടന്നു വന്ന് അച്ഛനോട് പറയാണ്, അച്ഛാ, മാർക്കോസ് 16:17-18 വചനം പറയുന്നു, വിശ്വസിക്കുന്നവരുടെ കൂടെ അടയാളം ഉണ്ടായിരിക്കും, അവർ എൻ്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായി എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല, അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സൗഖ്യം പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, ആ ആത്മായ സഹോദരന്മാർ പറഞ്ഞു, അച്ഛാ, ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അച്ഛന് അല്പസമയം ലജ്ജ തോന്നി. അതിന് മുൻപ്, അല്പസമയം മുമ്പ് മറ്റൊരു വ്യക്തി അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, അച്ഛാ, ഈ രോഗത്തോടെ എങ്ങനെ സഹകരിച്ച് മുന്നോട്ട് പോകാമെന്നുള്ളത് ഞാൻ പഠിപ്പിച്ചു തരാം. എന്നാൽ ഇവർ കൃപാവരത്തിൽ നിറഞ്ഞ, അഭിഷേകത്തിൽ നിറഞ്ഞ ഈ സഹോദരന്മാർ പറഞ്ഞു, ദൈവത്തിൻ്റെ വചനം പറയുന്നു, വിശ്വാസത്തോടെ കരം വയ്ക്കുമ്പോൾ രോഗി സൗഖ്യം പ്രാപിക്കും. അച്ഛൻ്റെ മേൽ അവർ കരം വയ്ക്കുകയാണ്. ഒരു ഇലക്ട്രിക് ഷോക്ക് അച്ഛൻ്റെ ശരീരത്തിലൂടെ കടന്നുപോയി, ചൂട് കടന്നു പോവുകയാണ്. അച്ഛൻ സൗഖ്യം പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, സഭാധികാരികൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ അച്ഛനെ നാഗ്വ എന്ന പട്ടണത്തിലേക്ക് അയക്കുകയാണ്. അവിടുത്തെ ഇടവക ഭരിക്കുവാൻ അച്ഛൻ നിയോഗിക്കുകയാണ്. അച്ഛൻ അവിടെ ചെന്ന് 40 പേരെ വിളിച്ചു. തൻ്റെ സാക്ഷി അനുഭവം പറഞ്ഞു. യേശു എന്നെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവന്നു. യേശുവിൻ്റെ കൃപാവരങ്ങളെ ശക്തി അച്ഛൻ പ്രഘോഷിച്ചു. പിന്നീട് എന്ത് സംഭവിച്ചു? ആയിരങ്ങൾ കടന്നു വരാൻ തുടങ്ങി. നാഗോ പട്ടണത്തിന് ഒരു കുപ്രസിദ്ധിയുണ്ട്. അത് വ്യഭിചാരത്തിൻ്റെ പട്ടണമാണ്, വേശ്യാലയങ്ങൾ കൊണ്ട് നിറഞ്ഞ പട്ടണം. അവിടെ എന്താണ് സംഭവിച്ചത്? അവിടെ ഒരു ദിവസം വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛന് മെസ്സേജ് കിട്ടുകയാണ്, ഒരു സഹോദരിയുടെ ഉദരത്തിലുള്ള ക്യാൻസർ രോഗത്തെ കർത്താവ് ഇപ്പോൾ സ്പർശിക്കുന്നു, ഒരു ചൂട് അനുഭവിക്കപ്പെടുന്നു. ഈ സമയം അച്ഛൻ ശ്രദ്ധിച്ചു, ആരും സാക്ഷ്യപ്പെടുത്താൻ വന്നില്ല. പിറ്റേ ദിവസം അന്നും വചന പ്രഘോഷണവും വിശുദ്ധ കുർബാനയുമുണ്ട്. വചന പ്രഘോഷണത്തിന് മുൻപ് ഒരു സഹോദരി മൈക്കിൻ്റെ അടുത്ത് കടന്നു വന്ന് മൈക്ക് കൈകളെടുത്ത് പ്രകാരം പറയാണ്,
പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ അത്ഭുതം തോന്നുമായിരിക്കാം. കാരണം ഞാനൊരു വേശ്യയാണ്. ഈ പട്ടണത്തിലെ ഒരു കഠിന പാപി. എനിക്കിവിടെ വരാൻ ലജ്ജയായിരുന്നു. ഞാൻ ക്യാൻസർ രോഗിയായിരുന്നു. 2 ഓപ്പറേഷൻ എനിക്ക് കഴിഞ്ഞു. ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ശക്തിയില്ലാതെ ഞാൻ ഇരിക്കുമ്പോഴാണ് ഇപ്രകാരം ശുശ്രൂഷയെക്കുറിച്ച് ഞാൻ അറിയുന്നത്. ദേവാലയത്തേക്ക് പ്രവേശിക്കാൻ ലജ്ജയുള്ളതുകൊണ്ട് അടുത്തുള്ള ഒരു മതിലിൻ്റെ സൈഡിൽ നിന്ന് ഞാൻ കർത്താവിൻ്റെ വചനം കേട്ടു. അച്ഛൻ പറഞ്ഞ മെസ്സേജിൻ്റെ സമയത്ത് എൻ്റെ ശരീരത്തിലൂടെ ചൂട് അനുഭവപ്പെട്ടു. ഞാനിപ്പോൾ സൗഖ്യം പ്രാപിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജനങ്ങളെല്ലാം വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. ആ സഹോദരി പറയാണ്, ഞാൻ പാപിയായിരുന്നു, എങ്കിലും യേശു എന്നെ സ്വീകരിച്ചു. കഴിഞ്ഞില്ല. ഈ സഹോദരൻ ചെയ്യുന്നറിയോ, വേശ്യാലയത്തേക്ക് കടന്നു ചെന്നു. സഹോദരിമാരെല്ലാം അത്ഭുതപ്പെട്ടു പോയി. അവിടെയുള്ള കഠിന പാപികൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ വന്നത്? ഈ സഹോദരി പറയാണ്, ഞാൻ നിങ്ങളോട് നിങ്ങളുടെ പാപം ഉപേക്ഷിക്കണമെന്ന് പറയാനല്ല വന്നത്. ഞാൻ വന്നിട്ടുള്ളത് എന്നെ ക്യാൻസർ രോഗം ഒന്ന് വിടിവിച്ച യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ച് നിങ്ങളോട് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അവരും മനസ്സാന്തരപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അവിടെയുള്ള 80ഓളം വേശ്യാലയങ്ങൾ അടച്ചുപൂട്ടി അവർ പ്രാർത്ഥനാ കേന്ദ്രങ്ങളായി മാറി. പിന്നീട് ആ വചനത്തിന്, പ്രത്യേകിച്ച് ആ പട്ടണത്തിന് ഒരു പേര് ഇടുകയാണ്. വ്യഭിചാരത്തിൻ്റെ പട്ടണം എന്ന് മാറിപ്പോയി പ്രാർത്ഥനയുടെ പട്ടണമായി നാഗ്വ എന്ന പട്ടണം രൂപാന്തരപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീവിതങ്ങൾ മാറി മറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ധൂർത്തുപുത്രനെ തേടിയാണ് യേശു വന്നിട്ടുള്ളതെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, എനിക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് കയറി ചെല്ലുക. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ സ്പർശിക്കും. അനുതാപത്തിന് കണ്ണുനീര് കർത്താവ് നിങ്ങൾക്ക് നൽകും. കർത്താവ് നിങ്ങളെ കഴുകും. ഒരു പുതിയ വ്യക്തിയായി സഭയിൽ കർത്താവ് നിങ്ങളെ എഴുന്നേൽപ്പിക്കും. പ്രിയപ്പെട്ടവർ, ഈ സഹോദരി ആ പട്ടണത്തിലെ ഒരു സുവിശേഷ പ്രഘോഷിയായി രൂപാന്തരപ്പെട്ടു. ജീവിതം മാറി മറിഞ്ഞു. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ജീവിതങ്ങളിലേക്ക് കർത്താവ് പ്രത്യാശയോടെ നോക്കിയാണ്. പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ മാത്രമാണ് അനുതാപം വെളിപ്പെടുന്നത്. പരിശുദ്ധ അഭിഷേകം കടന്നു വരുമ്പോൾ മാത്രമാണ് ശക്തി വെളിപ്പെടുന്നത്, ദൈവശക്തി. ഈ ലോകത്തിൻ്റെ ശക്തിയുടെ മേൽ നമുക്ക് വിജയം വേണോ? പരിശുദ്ധാത്മ ശക്തിക്ക് വേണ്ടി ആഗ്രഹിക്കുക. അതാണ് അപ്പോസ്തല പ്രവർത്തനം. മുഴുവനും ദൈവശക്തിയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 19-ാം അധ്യായത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അവിടെ അപ്പോസ്തലൻ പൗലോസ് എഫെസോസ് പട്ടണത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ നിന്ന് കടന്നു ചെന്നപ്പോൾ പൗലോസ് അവിടുത്തെ ശിഷ്യന്മാരെ കാണുകയാണ്, യേശുവിൻ്റെ ശിഷ്യന്മാർ. പൗലോസ് ചോദിച്ചു, നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചപ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുവോ? പൗലോസ് ചോദിച്ചു, നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചോ? അവർ പറയാണ്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ട് പോലുമില്ല. അനേകർക്ക് യേശുവിനെ അറിയാം, എന്നാൽ യേശു തൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ നമ്മിലേക്ക് വർഷിച്ച പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് അവർക്ക് ഒരു വെളിപാടും ലഭിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, വരിക, പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി ദാഹിക്കുക, ആഗ്രഹിക്കുക. ദൈവശക്തിയാൽ നിങ്ങൾ നിറയുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ സകല കൃപകളും നിങ്ങളിൽ വെളിപ്പെടാൻ തുടങ്ങും. നിങ്ങൾ മറ്റൊരു സാക്ഷിയായി രൂപാന്തരപ്പെടും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇവിടെ പൗലോസ് ശ്ലീഹ എന്താണ് ചെയ്തത്? പൗലോസ് ശ്ലീഹ ഇതാ യേശുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ച് അവരുടെ മേൽ കൈകൾ വെച്ചു. അപ്പോസ്തല പ്രവർത്തനം 19:6. കൈകൾ വെച്ച് അവൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നു. അവർ ഭാഷ അവരുടെ സ്തുതിച്ചു. അവർ പ്രവചിക്കാൻ തുടങ്ങി. അവർ ജീവിതങ്ങളിൽ സ്വർഗം നൽകിയിരിക്കുന്ന സകല കൃപാവരങ്ങൾ വെളിപ്പെട്ടു. പ്രിയപ്പെട്ടവർ, ആത്മാവ് ഒരു വ്യക്തിയിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ആ വ്യക്തിയിൽ സ്വർഗം നിക്ഷേപിച്ചിരിക്കുന്ന സകല കൃപകളും കഴിവുകളും നന്മകളും പുറത്തേക്ക് വരുന്നത്. ഇന്ന് അനേകം വ്യക്തികൾ പഴയ ജീവിതത്തിൽ ഇപ്പോഴും ജീവിക്കുന്നത് എന്താണ് കാരണം? ഒരു അഭിഷേകത്തിൻ്റെ സ്പർശനം അവർക്ക് ലഭിച്ചിട്ടില്ല. അവരിൽ സ്നേഹം കർത്താവ് പാകിയിട്ടുണ്ട്. നന്മകൾ, കഴിവുകൾ, കൃപകൾ, താലന്തുകൾ നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു സ്പർശനം കേട്ട, ഒരു സ്പർശനം ലഭിച്ച ഒരു വ്യക്തി രൂപാന്തരപ്പെടും. അവനിൽ നിന്ന് കൃപകൾ ഒഴുകും. അവനിൽ നിന്ന് നദി ഒഴുകുന്നത് പോലെയാണ് പിന്നീട് നന്മകൾ ഒഴുകുന്നത്. പ്രിയപ്പെട്ടവരെ, ആ വ്യക്തി യഥാർത്ഥത്തിൽ സ്വർഗത്തിൻ്റെ മകനായി മകളായി ജീവിക്കുക തന്നെ ചെയ്യും. തീർന്നില്ല. അപ്പോസ്തല പ്രവർത്തനം 19:11. പരിശുദ്ധാത്മ ശക്തി ആ ദേശത്ത് വെളിപ്പെട്ടു. വചനം പറയുന്നു, പൗലോസിന്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അസാധാരണമായ അത്ഭുതങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. എപ്പോൾ? പരിശുദ്ധാത്മ ശക്തിയാൽ നമ്മൾ നിറയപ്പെടുമ്പോൾ. അവിടെ എന്താണ് സംഭവിക്കുന്നത്? എഫെസോസ് നഗരത്തിൽ പൗലോസ് പരിശുദ്ധാത്മ ശക്തിയാൽ ഇതാ വചനം പ്രഘോഷിച്ചു. പരസ്യമായി കഠിന പാപികൾ തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 19:19 വചനം പറയുന്നു, ക്ഷുദ്രപ്രയോഗം ചെയ്യുന്ന വ്യക്തികൾ പരസ്യമായി തങ്ങളുടെ ഗ്രന്ഥച്ചുരുളുകൾ കത്തിച്ചു കളയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്തുകൊണ്ട് ജനത്തിന് പാപബോധം വരുന്നില്ല? പരിശുദ്ധാത്മ അഭിഷേകം
വരുമ്പോൾ മാത്രമാണ് ജനത്തിന് അനുതാപത്തിൻ്റെ കണ്ണുനീർ ലഭിക്കുന്നത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ, സഹോദരന്മാരെ, നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി ശക്തിയോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ മാനസാന്തരങ്ങൾ ഉണ്ടാകും. നമ്മുടെ ഭവനങ്ങളിൽ യഥാർത്ഥ ദൈവിക ജീവൻ വെളിപ്പെടുക തന്നെ ചെയ്യും. എഫെസോസ് പട്ടണത്തെ കർത്താവിന്റെ സുവിശേഷത്തിന്റെ ശക്തിയിൽ പിടിച്ചു കുലുക്കി. കാരണം അവരോട് വചനം പ്രഘോഷിച്ച അപ്പോസ്തലനായ പൗലോസിന് മേൽ ദൈവം അത്യസാധാരണമായ അഭിഷേക ശക്തി പകർന്നിട്ടുണ്ടായിരുന്നു. വചനം പറയുന്നു, അപ്പോസ്തല പ്രവർത്തനം 19:20, അങ്ങനെ കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി വെളിപ്പെടുകയും അത് വിപുലമായി പ്രചരിക്കുകയും ചെയ്തു. സുവിശേഷത്തിൻ്റെ ശക്തി ദേശാന്തരങ്ങളിൽ വെളിപ്പെടണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആത്മാവിൽ നിറഞ്ഞ് സുവിശേഷം പ്രഘോഷിക്കണം. അവിടെ സാത്താൻ കോട്ടകൾ തകരും. പട്ടണങ്ങൾ, ഗ്രാമങ്ങൾ, എല്ലാ മണ്ഡലങ്ങളിലും ദൈവശക്തി വെളിപ്പെടും, വചനത്തിൻ്റെ ശക്തി വെളിപ്പെടും. അവിടെ മാനസാന്തരങ്ങൾ ഉണ്ടാകും. പരസ്യമായി ജനങ്ങൾ പാപങ്ങൾ ഏറ്റുപറയുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ ഈ ശക്തിക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുക, ദാഹിക്കുക. എൻ്റെ സമയം കഴിഞ്ഞു പോയി എന്ന് നമ്മൾ ചിന്തിക്കരുത്. വാർദ്ധക്യത്തിലാണോ? സമയം കഴിഞ്ഞു പോയിട്ടില്ല. മോശയെ അഭിഷേകം ചെയ്ത കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ട്. മോശ എപ്പോഴാണ് കർത്താവ് അഭിഷേകം ചെയ്യുന്നത്? പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം. അവൻ മിഥിയായല്ലേ, അവൻ അമ്മായിപ്പനായി ജെത്രോന്റെ ആടുകളെ മേച്ചു കഴുകുകയായിരുന്നു. വയസ്സ് 80 ഈ സമയത്ത് ഹോറേബ് മലയിൽ വെച്ചിട്ടാണ് അഗ്നിയുടെ മധ്യത്തിൽ കർത്താവിനോട് സംസാരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. അവനെ കർത്താവ് അഭിഷേകം ചെയ്തു. അവന് ചെയ്ത് മാറി മറിഞ്ഞു. ഫർവോന്റെ മുമ്പിൽ നിൽക്കാൻ അവനെ കർത്താവ് ശക്തിപ്പെടുത്തുകയാണ്. ഞാനൊരു വിശുദ്ധനെ കുറിച്ച് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. പീറ്റർ അൽക്കന്തര, ശക്തിയോട് അഭിഷേകം നിറഞ്ഞ ഒരു വിശുദ്ധൻ, രാത്രികാലങ്ങളിൽ അനേക സമയം പ്രാർത്ഥിക്കുന്ന വിശുദ്ധൻ. ഈ വിശുദ്ധൻ ഒരു ദിവസം പോർച്ചുഗൽ രാജാവിനെ സന്ദർശിക്കാൻ പോവുകയാണ്. രാജാവിൻ്റെ ആഗ്രഹപ്രകാരമാണ് വിശുദ്ധൻ അവിടേക്ക് കടന്നു ചെല്ലുന്നത്. പോർച്ചുഗൽ രാജാവ് ജോൺ 3-ാമൻ രാജാവ്. ചരിത്രം എഴുതി വെച്ചിരിക്കുകയാണ്. വിശുദ്ധ പീറ്റർ അൽക്കന്തര രാജകൊട്ടാരത്തിൽ പ്രവേശിച്ചപ്പോൾ തന്നെ രാജകൊട്ടാരത്തിൽ നിന്ന് രാജാവ് എഴുന്നേറ്റ് നിലത്ത് വീഴുകയാണ്. എന്താണ് സംഭവിച്ചത്? അനുദപിച്ച് പൊട്ടിക്കരയാണ്. രാജാവിൻ്റെ സകല മന്ത്രിമാരും തീർന്നില്ല. രാജാവിൻ്റെ ഏക സഹോദരി ഇൻഫൻ്റ് മരിയ, ലോകത്തിൻ്റെ ആർഭാടത്തിലും കഠിനഭാവത്തിലും ജീവിച്ചിരുന്ന സഹോദരി, വിശുദ്ധൻ്റെ കാൽക്കൽ വീണ് മാപ്പ് ചോദിച്ച് ഒരു സന്യാസിനിയായി മാറുകയാണ്. ജീവിതം തലകീഴായി മറയപ്പെട്ടു. ജീവിതം അനുഗ്രഹിക്കപ്പെട്ടു. സ്വർഗത്തിൻ്റെ മകളായി ആ മകൾ രൂപാന്തരപ്പെട്ടു. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി നമുക്ക് ദാഹിക്കാം. കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കും. ഇപ്പോൾ നമ്മൾ പാപത്തിൻ്റെ ചേറ്റിലാണോ? വിശുദ്ധിക്ക് വേണ്ടി ദാഹിത്തോടെ ആത്മാവിന് വേണ്ടി ദാഹിക്കുക. ഒരു വിശുദ്ധ പൈതലാക്കി കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. ചെയ്യുന്ന സകല കാര്യങ്ങൾ പരാജയമാണോ? അഭിഷേകത്തിന് വേണ്ടി കൊതിക്കുക. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അനുഗ്രഹിക്കപ്പെടും, വിജയിക്കപ്പെടും. നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ വ്യക്തിജീവിതം, നമ്മുടെ സകല മണ്ഡലങ്ങളിലും ദൈവിക ജീവൻ വെളിപ്പെടുക തന്നെ ചെയ്യും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ. കർത്താവായ യേശുവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ കർത്താവെ മാറ്റിമറിക്കണമേ. ഇപ്പോഴുള്ള ഞങ്ങളുടെ ജീവിതാവസ്ഥകളെ അങ്ങ് ഏറ്റെടുക്കണമേ. ഇപ്പോൾ ഞങ്ങളിലേക്ക് ഒരു പുത്തൻ കൃപ പകരണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധാത്മാക്കളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.